ജിമ്മി, ഇതാദ്യമായി 2025 ദേവസ്വം ബോർഡിനെ സമ്മർദ്ദത്തിലാക്കി പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിരീക്ഷണം വരികയാണ്. നേരത്തെ വന്നൊരു നിരീക്ഷണം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവ് വാങ്ങിയില്ല എന്നുള്ളതായിരുന്നു. അതൊരു മാപ്പപേക്ഷയായിട്ട് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി പരാമർശങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഉന്നതർ കുടുങ്ങുമോ? ശുഭപ്രതീക്ഷയാണല്ലോ നമുക്ക് വേണ്ടത്. ഞാനൊരു ശുഭപ്രതീക്ഷ ഉള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇതുവരെ നമ്മൾ നടന്ന കാര്യങ്ങൾ മൊത്തം നോക്കിയാൽ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ കഥകളെ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം കോടതിയിൽ ഒരു ചെറിയ കേസ്. അപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇതൊരു ചെറിയ വിഷയമാണ്, ഞങ്ങൾ കോടതിയെ അറിയിക്കാൻ വിട്ടുപോയാൽ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്യും. അവിടെ നിന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഇത് ചെന്നൈയിൽ കൊണ്ടുപോയി ഇതിൻ്റെ കണക്കവിടെ, പഴയ സ്വർണം എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വലുതാകുന്നു. അതിനുശേഷം അന്ന് നമ്മളൊക്കെ വലിയ ആളാണെന്ന് കരുതിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതിനകത്ത് കിങ് പിൻ എന്ന് മനസ്സിലാകുന്നു. അത് കുറേ കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകെ ആളുകൾ പോകുന്നു, കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ന് കോടതി പറയുകയാണ്, നമ്മൾ ഉത്തരവാദിത്തത്തോടെ റിപ്പോർട്ട് ചെയ്തു, ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ മീനാണെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണ് ഇതൊരു ചെറിയ മീനാണ്, വലിയ സ്രാവുകളുണ്ട്. എവിടുന്ന് തുടങ്ങി എവിടം വരെ എത്തി? ഇനിയും വായിച്ചു തീർന്നിട്ടില്ലാത്തൊരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ മധ്യഭാഗത്തിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇവിടെ 2025 ദേവസ്വം ബോർഡിനെ ഇന്ന് 2025 ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി കുടഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, ഇത് തുടങ്ങുമ്പോഴും ഹൈക്കോടതി ഇതേ കാര്യം പറഞ്ഞുകൊണ്ടൊരു സംശയം ഉന്നയിച്ചിരുന്നു. അത് ചെന്നൈയിലെന്നല്ല, ഒരിടത്തും ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊന്നും പുറത്ത് കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ ഇല്ല, അത് പോരാ. ഈ പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് അങ്ങനെ കഴിവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 7 ദിവസം കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ തിരുത്തിയത് എന്ന് അന്നേ കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് എന്തുകൊണ്ട് എന്നതിലേക്ക് കോടതി അന്ന് കടന്നില്ല. അതുകൊണ്ട് നമ്മൾ വിട്ടു. എന്നിട്ട് 2019 നമ്മളെല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ പ്രതിപക്ഷം പുതിയ ദേവസ്വം ബോർഡിൻ്റെയും പുതിയ മന്ത്രിക്കുമെതിരെ തിരിയുമ്പോൾ സർക്കാർ ചോദിച്ചത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ളതാണ്. 2019 ആളുകൾ ചെയ്തെങ്കിൽ അവരെ ശിക്ഷിക്കൂ. പുതിയ ദേവസ്വം ബോർഡും പുതിയ ദേവസ്വം പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. കോടതി അതിനൊരു മറുപടി പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. ദേവസ്വം ബോർഡിനെ കൃത്യമായി കുറ്റപ്പെടുത്തുന്ന ദേവസ്വം ബോർഡ് എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ചില സാധ്യതകളെക്കുറിച്ചാണ് ഈ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത്. അത് വളരെ രസകരമായ ഒരു ഗൂഢാലോചന കഥയാണ്. 2019 ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ സ്വർണം പൂശൽ, അത് 4-5 വർഷം കഴിയുമ്പോൾ 2024 ആകുമ്പോൾ അത് മങ്ങി സ്വർണം ഏതാണ്ട് കാണാതാകാത്ത സ്ഥിതിയായി എന്ന് ഗോൾഡ് സ്മിത്ത് കണ്ടെത്തുന്നു. അത് പരിശോധന നടക്കുന്നു. അതോടുകൂടി അങ്കലാപ്പിലായോ ദേവസ്വം ബോർഡ്? അതുകൊണ്ട് 2024 റിപ്പോർട്ട് വരുമ്പോൾ രായ്ക്ക് രാമാനം ആരും അറിയാതെ ഇത് സ്വർണം പൂശി ഒരാളെയും അറിയിക്കാതെ തിരിച്ചു കൊണ്ടുവന്നതാണോ? ഇതാണ് 2025 എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ആദ്യം ചോദിച്ച ഹൈക്കോടതി ഇന്ന് അതിനൊരു കഥ കൂടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അറിയാതിരിക്കാൻ. എന്തിനാണ് സ്വർണം 2009 പൂശിയത്? നല്ല സ്വർണ്ണമായിരുന്നിരുന്നോ? സ്വർണത്തിൻ്റെ മാറ്റ് കുറവായിരുന്നോ? ഉള്ള സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയെന്നോ? ആരും അറിയാതിരിക്കാൻ 2024 അത് കുഴപ്പം കാണുമ്പോൾ സ്വർണം പോയി, അപ്പോൾ വീണ്ടും കൊടുത്തുവിട്ടതാണോ? ഞങ്ങളത് സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകം, ഇതിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടോ എന്ന് ഞങ്ങൾ ഒരു വിദൂര സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്തത്? ഒരു സംശയം മാത്രമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ്. എന്തുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തില്ല എന്ന് എനിക്ക് വലിയ സംശയം തോന്നുന്നു. കാരണം ഈ കോടതി ഉത്തരവ് നിങ്ങൾ ആരെങ്കിലും കരുതുന്നത് പോലെ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ 2019 അഴിമതിയെക്കുറിച്ചോ സ്വർണം പൂശലിനെക്കുറിച്ചോ അന്വേഷിക്കാനല്ല, ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ 2019 അതിനു മുമ്പോ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ കാലം മുതൽ ഏതും നിങ്ങൾക്ക് അന്വേഷിക്കാം. 2025 ഈ പ്രശ്നം തുടങ്ങിയത്. കോടതി ഒരു വിഷയം ഉന്നയിച്ചല്ലോ, അതും നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പോൾ അന്ന് തന്നെ ഈ മിനിറ്റ്സ് പുസ്തകം പിടിച്ചെടുക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. കോടതി ഉത്തരവിലൂടെ അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇനിയിപ്പോൾ കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിനിമാ കഥ പോലെ, ഡിറ്റക്റ്റീവ് നോവൽ പോലെ നമ്മൾ ചില പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു എന്ന് തോന്നുകയാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഈ പണി ഏൽപ്പിച്ചത്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ. അപ്പോൾ സ്പോൺസറാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണത്രേ വാറണ്ടി. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതാണ്.
ഈ വാറണ്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു രേഖ പുറത്തു വന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ വാറണ്ടർ? അന്ന് പലരും സംശയം ചോദിച്ചിരുന്നു, ഞാനും സംശയം ചോദിച്ചിരുന്നതാണ്. അങ്ങനെ വാറണ്ടറാണ്, അത് കല്ലേ പിളർക്കുന്ന ഒരു വാറണ്ടി രേഖയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് മുഴുവൻ മാറ്റിയല്ലോ. അത് കോടതി ഉത്തരവിൽ കോടതി അത് എടുത്തു പറയുന്നു വേറെ ഒരു രീതിയിൽ. അത് ഞാൻ വായിക്കാം. Thereafter, instead of initiating a transparent tender or expert consultation, ഇതിന് ശേഷം സ്വർണം മുഴുവൻ പോയി എന്ന് 2024 മനസ്സിലാക്കിയ ശേഷം, without perusing the earlier records showing the retention of gold and the warranty, the officials once again approached Mr. Unnikrishnan Potti. Without perusing the earlier records showing the retention of gold and warranty, ഈ വാറണ്ടി രേഖ നോക്കാതെ, വിശദമായി പരിശോധിക്കാതെ, പേജ് നമ്പർ 5 പരിശോധിക്കാതെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു. ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ വാറണ്ടി രേഖ നോക്കി, ആ രേഖ നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. കോടതിയുടെ വാചകമാണ്, എനിക്കറിയില്ല കോടതി വേറെ എന്തെങ്കിലും ഉദ്ദേശം എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട സംശയമായി നിൽക്കുന്നു. ഈ വാറണ്ടി രേഖ കാണാതെ ഇനിയിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് പുതിയ ദേവസ്വം ബോർഡിനെതിരെ കോടതി ചില സാധ്യതകൾ ചൂണ്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് പറയാൻ പറ്റില്ല ഈ ദേവസ്വം ബോർഡ് ഒന്നും ചെയ്തില്ല എന്ന്. നിങ്ങളുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും അന്വേഷണ മുനയിലാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലാണ്. ഈ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വളരെ അപൂർവമാണെന്നും സാധാരണഗതിയിൽ ചെയ്യാറില്ലെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. എല്ലാ കേസുകളും അങ്ങനെ കോടതിയുടെ പരിഗണന, കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങനെ രൂപീകരിച്ചാൽ അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വരാറില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇതൊന്ന്. ഇനി ഇതിനകത്ത് ഒരു നിയമത്തിൻ്റെ ലൂപ്പ് ഹോളോ വാചകത്തിൻ്റെ ലൂപ്പ് ഹോളിലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേറെ എന്തെങ്കിലും പരിശോധിക്കാതിരിക്കുന്നുണ്ടോ? ഈ ഉത്തരവ്, ഇതുവരെയുള്ള ഉത്തരവ് അനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. ഇതിനു മുമ്പ് ഇത് തുടങ്ങുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇല്ലാത്തതും, പക്ഷേ ഇത് തുടങ്ങിയത് ശ്രീകോവിലിൻ്റെ വാതിലിലാണ്. അത് ഈ വിവാദം തുടങ്ങുമ്പോൾ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല, കോടതിയുടെ ഉത്തരവ് വരുമ്പോഴുമില്ല. പക്ഷേ അന്വേഷിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെ മനസ്സിലാകും ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങുന്നത് ശബരിമലയിലെ വാതിലില്ല. എങ്ങനെയാണ്? ദേവസ്വം ബോർഡിൻ്റെ വാതിൽ അടയ്ക്കാൻ പറ്റുന്നില്ല, എലി കയറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാറ്റിത്തരാം എന്ന് പറയുന്നു. എന്നിട്ട് പുതിയ ഒരു വാതിൽ നിർമ്മിച്ച് ആ വാതിലിൽ സ്വർണം പൂശി നാട് മുഴുവൻ ആഘോഷിച്ച് ശബരിമലയിൽ കൊണ്ടുവരുന്നു. ചോദ്യം, പഴയ വാതിൽ എവിടെ? ആ പഴയ വാതിൽ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ സംഘം, നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ക്ലാഡ് ചെയ്ത ഗോൾഡോ, ആ സ്വർണമോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യമാണ്, കോടതി അന്വേഷിക്കാൻ പറഞ്ഞത് അതാണ്. കാരണം ആ സമയത്ത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും 5-6 മാസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പണി തുടങ്ങുന്നത് വാതിലിലാണ്. ഇതിലാണ് പിന്നീടുള്ള ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാതിൽ ഒഴിവാക്കണം? ആ വാതിൽ അന്വേഷിക്കണ്ടേ? രേഖകൾ പിടിച്ചെടുക്കണ്ടേ? അതിനെക്കുറിച്ച് ഈ കോടതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞങ്ങൾ വാതിലിൻ്റെ രേഖകളും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് കോടതി പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം അന്വേഷിക്കാനാണ് പറയുന്നത്, മുമ്പോട്ടും പുറകോട്ടുമെല്ലാം. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിലോ അതുപോലെ തന്നെ 2 വശത്തുമുള്ള പാളികളിലേക്കാൾ കൂടുതൽ സ്വർണം ഈ 2 വാതിലിലുണ്ട്. അത്രയും സ്വർണം പൂശിയിട്ടുണ്ട്, ക്ലാഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വർണം എവിടെ പോയി? അതുകൂടി അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ തന്നെ തയ്യാറെടുക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കോടതി വീണ്ടും നിങ്ങളോട് അതിനെ രേഖ കൂടി കൊണ്ടുവരൂ, അതുകൂടി അന്വേഷിക്കൂ എന്ന് പറയേണ്ടി വരും. ഓരോ ദിവസവും കഥ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതത്തിൻ്റെ ദ്വീപ് നീണ്ടു വരികയാണ്. ഞാൻ ഈ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ 2019 മാത്രം ഒതുങ്ങുന്നതാണെന്ന് കരുതുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ദ്വാരപാലക ശില്പത്തിലും ഒതുങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. Meet the editors.